ഹായ് ഫ്രണ്ട്സ്, നമുക്കിതുപോലെയുള്ളൊരു അടിപൊളി ഒരു ഫ്രോക്ക് ചെയ്തെടുത്താലോ? വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും മനസ്സിലാവുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ മാജിക് നീഡിൽസ് എന്നുള്ള സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബേബി സോഫ്റ്റ് കോട്ടൺ യാണാണ് കേട്ടോ. നല്ല യാൺസ് ആണ്. ഈ ഒരു യാണ് നമ്മൾ ബ്ലാക്കിലാണ് നമ്മൾ ഫ്രോക്ക് ചെയ്യുന്നത്. അതുപോലെ അതിന് ഫ്ലവേഴ്സിനായിട്ട് ഈ ഒരു കളറും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ നിങ്ങളെ കയ്യിലുള്ളത് ആ ഒരു കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ബ്ലാക്ക് കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 4 പ്ലേ യാണാണ് കേട്ടോ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിങ്ങനെ സെൻറ്ററിൽ നിന്ന് എടുത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഭാഗത്തു നിന്നായാലും എവിടെ നിന്നായാലും ഇങ്ങനെ നൂല് വലിച്ചാൽ നമുക്കതിൻ്റെ ഒരു തറ്റം കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സെൻറ്ററിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് ആദ്യം നമ്മൾ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം കേട്ടോ. നെക്കിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നെക്ക് എടുത്തിട്ട് ചുറ്റും ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ നമ്മൾ സാധാ ഫ്രോക്കിനൊക്കെ നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്ന പോലെ നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. അതിന് ശേഷം നമുക്കിതാ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 4 പ്ലേ ആണും 2.5 mm ഹുക്ക് സെറ്റും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇവിടെയുള്ള യാണൊന്ന് വലിച്ച് ടൈറ്റ് ആക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അങ്ങനെ നമുക്ക് 56 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 56 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ നെക്കിൻ്റെ മെഷർമെൻറ്റ് വേണ്ടത് അത്രയും നെക്കിൻ്റെ മെഷർമെൻറ്റിൽ ചെയിൻ സ്റ്റിച്ച് എടുത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ചെയിൻ കൗണ്ട് ചെയ്യുമ്പം നമ്മൾ എടുക്കുന്ന ഹുക്കും നമ്മൾ എടുക്കുന്ന യാണും ഡിഫറെൻറ്റ് വരുന്നതിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ചിൻ്റെ മെഷർമെൻറ്റിലും മാറ്റം വരും. അപ്പോൾ നമ്മൾ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ ഇതിപ്പോൾ ഞാൻ എൻ്റെ മോളെ ഡ്രസ്സാണ്. എൻ്റെ മോള് 8 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഡ്രസ്സിൽ ഇങ്ങനെ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ ഇത്ര വേണ്ട കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് നോക്കുക. അപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ നമ്മളിതാ ഇങ്ങനെ ഇതിപ്പം 8 വയസ്സായ ബേബിയാണല്ലോ. അപ്പോൾ അവർക്കിത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ എത്രയാണോ വേണ്ടത് ഇപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ഇത്ര മതിയാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വലിയ കുട്ടിയൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിലും ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് വർക്ക് ഇപ്പോൾ മോക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് അപ്പോൾ അവരുടെ നെക്ക് നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമറിനാണെങ്കിൽ കസ്റ്റമറിനോട് പറയാം അവരുടെ ഡ്രസ്സിൻ്റെ ഇങ്ങനെ നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഒന്ന് അയച്ചു തരാൻ. എന്നിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ചസ് കറക്റ്റ് ആവും. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചെയിനിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ 56 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഹുക്ക് 56 എടുക്കണമെന്ന് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര തന്നെ എടുക്കാം. ഇതപ്പോൾ ഞാനിപ്പോൾ എടുത്ത് വന്നപ്പം എനിക്കിതാ 12 ഇഞ്ചിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 12 ഇഞ്ചാണ് എനിക്ക് മെഷർമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ മെഷർമെൻറ്റ് നോക്കുമ്പോൾ 12 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. നെക്കിൻ്റെ മെഷർമെൻറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇപ്പോൾ ഈ മോക്കാണെങ്കിൽ ഇപ്പോൾ 21 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഈ 21 ഇഞ്ചിലും നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 15 ഇഞ്ചാണ് കിട്ടിയെങ്കിൽ ആ 15 ഇഞ്ചിലും ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ മെഷർമെൻറ്റ് കിട്ടും കേട്ടോ. ഈ നെക്കിൻ്റെ മെഷർമെൻറ്റും ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റുമാണ് നമുക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് യാൺ ഓവർ ചെയ്യുക. 1 2 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 4th ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമ്മൾ ഹുക്കിൽ 1 2 3 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഫസ്റ്റ് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി.
ഇനി നമ്മൾ ഈ റൗണ്ട് മുഴുവനും എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് നമ്മൾ 3 ചെയിൻ സ്കിപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെ ചെയിൻ നോക്കുക. അപ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാവും. നിങ്ങൾ എപ്പോഴും ബിഗിനേഴ്സ് ആകുമ്പോൾ ചെയ്യുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് തന്നെ യൂസ് ചെയ്ത് ചെയ്യുക കേട്ടോ. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ചെയിൻ സ്കിപ്പ് ആവാതെ നോക്കണം കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഒന്നും കൂടി ചെയ്യരുത്. തൊട്ടടുത്ത ചെയിൻ ഏതാണെന്ന് നോക്കുക. അതിനുശേഷം അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഞാനോ ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമ്മളിങ്ങനെ ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഇങ്ങനെ കുറച്ച് എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് സ്റ്റിച്ചിലും ഇവിടുത്തെ സ്റ്റിച്ചിലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് 1 2 3 ചെയിൻ ചെയ്യുക. നമ്മൾ വർക്ക് ഇതുവരെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ളത് നമുക്കിതാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ബാക്ക് സൈഡിലാണ് സെക്കൻഡ് റൗണ്ട് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യാം. ഈ ഒരു 3 ചെയിൻ ചെയ്തത് ഈ താഴെ ചെയ്ത സ്റ്റിച്ചിന്റെ നേരെ തന്നെ ഫസ്റ്റ് സ്റ്റിച്ചിന്റെ നേരെ തന്നെ ഈ ഒരു 3 ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്ത് ഈ ഒരു സെക്കൻഡ് സ്റ്റിച്ചിന്റെ നേരെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഈ 3 ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. തൊട്ടടുത്ത ചെയിനിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യയും ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ 1 2 3 മൂന്നാമത്തെ സ്റ്റിച്ചിൽ യാൺ ഓവർ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും യാൺ ഓവർ ചെയ്ത് ഈ മൂന്നാമത്തെ സ്റ്റിച്ച് തന്നെ സെയിം തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ 3 ചെയിൻ ചെയ്തു. പിന്നെ തൊട്ടടുത്ത താഴെ ചെയ്യുന്ന സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. താഴെ വരുന്ന തേർഡ് സ്റ്റിച്ചിൻ്റെ മുകളിൽ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് തന്നെ 2 സ്റ്റിച്ചസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഒരു റൗണ്ടിൻ്റെ പാറ്റേൺ. 1 1 2 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഇംഗ്ലീഷ് കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. സെക്കൻഡ് സ്റ്റിച്ചിലും നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി തേർഡ് സ്റ്റിച്ചിൽ ഇവിടെ 2 എണ്ണത്തിൽ ഓരോന്ന് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു സെയിം ചെയിനിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. കണ്ടോ, ഇവിടെ 1 1 2 വീണ്ടും 1 1 2 ആ പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി തൊട്ടടുത്ത ചെയിനിൽ ഫസ്റ്റ് ചെയിനിൽ 1 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇതവിടെ സെക്കൻഡ് ചെയിനിൽ ഇൻക്രീസിങ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 1 1 ചെയ്തു. ഇനി തേർഡ് ചെയിനിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 സെയിം തന്നെ ഒന്നുകൂടി ചെയ്യാം. 2. അപ്പോൾ അതവിടെ നമ്മൾ 1 1 2 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവൻ ചെയ്യുന്നത്. അടുത്ത 2 സ്റ്റിച്ചിലും 1 1 ചെയ്യുക, അടുത്തതിൽ 2 ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും നമുക്ക് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മളിങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ 1 1 2 1 1 2 എന്ന് ഇങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റിലും നമുക്ക് 3 സ്റ്റിച്ച് ബാക്കി ബാലൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ചിലും നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചാണ്. ലാസ്റ്റ് സ്റ്റിച്ചിലും നമുക്ക് ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 സെയിം. ഇപ്പോൾ ഇത് മൂന്നാമത്തെ ചെയിനിലാണ് നമ്മൾ ഇടുന്നത്.
ഈ ലാസ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും. ലാസ്റ്റ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഇവിടെ 3ാമത്തെ സ്റ്റിച്ചിലാണ്. ഇവിടെ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. 1 2 3 ചെയിൻ ചെയ്യുക. നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ഈ 3 ചെയിൻ ചെയ്ത് നേരെ ഇതിൻ്റെ സെയിം നേരെ തന്നെയാണ്. അതിന് ശേഷം തൊട്ടടുത്ത ചെയിനിലൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 3ാമത്തെ ചെയിനിൻ്റെ നേരെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് താഴെ ചെയ്ത 3ാമത്തെ സ്റ്റിച്ചിൻ്റെ നേരെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 3ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. 1 2 2 ഡബിൾ ക്രോഷ്യ ടോട്ടൽ ചെയ്തു. ഇനി നമ്മൾ 4ാമത്തെ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. യാണോ ചെയ്യുക. ഈ സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യുക. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. അടുത്തതിൽ സെക്കൻഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. താഴെ വരുന്ന തേർഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. 3 1 1 1 ചെയ്തു. പിന്നെ 4ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യുന്നത്. ഈ പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവൻ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ 3 സ്റ്റിച്ചിലും നമ്മൾ 1 1 1 ഇങ്ങനെ ചെയ്യുക. ഈ 4ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നേരത്തെ റൗണ്ടിൽ നമ്മൾ 3ാമത്തേലാണ് ഇൻക്രീസിങ് ചെയ്തത്. ഈ റൗണ്ടിൽ നമ്മൾ 4ാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, 3 1 1 1 ചെയ്തു. 4ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അടുത്ത 3 സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മൾ 4th സ്റ്റിച്ചാണ്. 4th സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ്, 3 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് മുഴുവനും 3 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് എടുക്കുക. ബാക്ക് സൈഡ് ഓപ്പൺ ആയിട്ടാവും നമുക്ക് ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് സൈഡ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ചസ് ചെയ്യാനുണ്ട്. അപ്പോൾ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി 4th റൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ 1 2 3 ചെയിൻ ചെയ്യുക. നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. നമ്മൾ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ അയച്ച് കൗണ്ട് ചെയ്യും. ഈ ഒരു താഴെ ചെയ്ത ഡബിൾ ക്രോഷ്യൻ്റെ നേരെ മുകളിലാണ് ഈ 3 ചെയിൻ വരുന്നത്. ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് പറയുമ്പം ഈ സെക്കൻഡ് ഡബിൾ ക്രോഷ്യൻ്റെ നേരെ മുകളിൽ യാണോവർ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ചെയിനിലും വീണ്ടും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ട് മുഴുവൻ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ 4th റൗണ്ടിൽ നമ്മൾ ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ നമ്മൾ എല്ലാ ചെയിനിൻ്റെ ടോപ്പിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാ റൗണ്ടിലും എല്ലാ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. സ്കിപ്പായി പോവരുത്. ഒന്ന് തന്നെ 1 2 ഒന്നും ചെയ്തും പോവരുത് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് ഷെയ്ഡ് ആണ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു മുകളിൽ ടെക്സ്റ്റ് തന്നിട്ടുണ്ടാവും. ആ ടെക്സ്റ്റിൽ എഴുതിയതുപോലെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ഡബിൾ ക്രോഷ്യൊക്കെ ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നൊക്കെ പറഞ്ഞു പോവും. അതൊക്കെ നിങ്ങൾ നോക്കേണ്ട. നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് മാത്രമാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ഈ ഒരു ഇവിടുന്ന് ഇങ്ങനെ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ളും ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്ത് ഇങ്ങനെ 4ാമത്തെ റൗണ്ട് ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ച് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ലാസ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു 1 2 3 തേർഡ് ചെയിനിലാണ് യാൺ വർക്ക് ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാനുണ്ടാവുക. എപ്പോഴും നമുക്ക് സ്റ്റിച്ചസ് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുള്ള ആ ഒരു സ്റ്റിച്ചാവും ഉണ്ടാവുക. ആ ഒരു തേർഡ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടും നമ്മളൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യണേ. അപ്പോഴേ നമ്മൾ ഈ ഒരു എഡ്ജൊക്കെ കറക്റ്റായി വരുള്ളൂ കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമുക്ക് ഒരുപാട് ബിഗിനേഴ്സ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇത് ചെയ്യുമ്പം കറക്റ്റിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിഫ്ത്ത് റൗണ്ട് ചെയ്യാനായിട്ട് 1 2 3 ചെയിൻ ചെയ്യുക. നമ്മളെ വർക്ക് ഇതാ ഈ ഭാഗത്തേക്ക് ടേൺ ചെയ്യുക. അതിനുശേഷം ഈ 3 ചെയിന് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഈ ഒരു സ്റ്റിച്ചിൻ്റെ നേരെ ആണ്. പിന്നെ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ നേരെ നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൻ്റെ നേരെയും താഴെ ചെയ്ത് തേർഡ് സ്റ്റിച്ചിൻ്റെ നേരെ നമുക്കൊരു മൂന്നാമത്തെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിലും നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അഞ്ചാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 4 ഡബിൾ ക്രോഷേ, അഞ്ചാമത്തേതിൽ ഒരു ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ 4 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അഞ്ചാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ബോഡി ഇങ്ങനെ വിടുത്ത് കൂട്ടി കൊണ്ടുവരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻക്രീസിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് വിടുത്ത് കൂടുക. അപ്പോൾ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷേ ആയിട്ട് കൗണ്ട് ചെയ്യും. 1 2 3 4 4 ഡബിൾ ക്രോഷേ ചെയ്തു. അഞ്ചാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും നമ്മൾ 4 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ ചെയ്യുക. 1 സെക്കൻഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 തേർഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3 ഫോർത്ത് ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 4 അങ്ങനെ നമ്മൾ 4 ചെയിനിലും ഓരോ ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് എന്നുള്ള ചെയ്തു. അഞ്ചാമത്തെ ചെയിനിൽ നമുക്ക് ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് തന്നെ 2 എണ്ണം ചെയ്തെടുക്കുക. ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഓരോ റൗണ്ടും എഴുതി വെച്ച് വേണം ചെയ്യാൻ. ഇപ്പം ഒന്ന് തന്നെ 2 എണ്ണം എഴുതിയാലാണോ നിങ്ങൾക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് എഴുതിയാലാണോ മനസ്സിലാവുക, ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ ഫിഫ്ത്ത് റൗണ്ടിൽ നമ്മൾ 4 ഡബിൾ ക്രോഷേ, ഫിഫ്ത്ത് വണ്ണിൽ ഒരു ഇൻക്രീസിങ്, 4 ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ്, വീണ്ടും 4 ഡബിൾ ക്രോഷേ ചെയ്യുക, ഒരു ഇൻക്രീസിങ് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് റൗണ്ടിൽ 4 ഡബിൾ ക്രോഷേ അഞ്ചാമത്തെ ചെയിനിൽ ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മടക്കി വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ചെസ്റ്റിന് ആം ഹോൾ കഴിഞ്ഞിട്ട് എത്രയാണോ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വേണ്ടത് അത്രയും അത്രയും ചെയ്ത് കൊടുത്താൽ മതി. ന്യൂ ബോൺ ഒക്കെ ആകുമ്പോൾ കുറച്ച് ചെയ്താൽ മതി. ഇതൊരു 3 to 6 months ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി റൗണ്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ റൗണ്ടിൽ അടുത്ത റൗണ്ട് 6th റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ആദ്യം 3 ചെയിൻ ചെയ്യുക. നമ്മൾ വർക്ക് ഇങ്ങോട്ട് ടേൺ ചെയ്യുക. ഈ 3 ചെയിന് നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ നേരെ ഒരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. ഈ താഴെ ചെയ്ത സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ നേരെ നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെ ചെയ്ത സ്റ്റിച്ചിൻ്റെ നേരെ മുകളിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ആകുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്ത് ചെയ്യുക കേട്ടോ. ഇപ്പോൾ കസ്റ്റമർ നമ്മളോട് ബ്ലാക്ക് കളർ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ എപ്പോഴും ഓരോ റൗണ്ടും ഫസ്റ്റ് റൗണ്ടിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് എഴുതി വെക്കുക. അതിന് ശേഷം നിങ്ങൾ ആ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നെക്കിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ വേണ്ടത് അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ഡബിൾ ക്രോഷേ ആണ് ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൗണ്ട് ചെയ്യുന്നത്. 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ്. അപ്പോൾ അങ്ങനെ എഴുതി വെക്കുക. അതിനുശേഷം ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം സെക്കൻഡ് റൗണ്ട് വാച്ച് ചെയ്യുക, വീഡിയോ വാച്ച് ചെയ്യുക, എന്നിട്ട് അതുപോലെ എഴുതി വെക്കുക. എന്നിട്ട് ആ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് തേർഡ് റൗണ്ട് വാച്ച് ചെയ്യുക. അങ്ങനെ ഓരോ റൗണ്ടും നമ്മളിങ്ങനെ എഴുതി വെച്ച് ചെയ്യുമ്പോൾ എഴുതി വെക്കുക. എന്നിട്ട് വീഡിയോ ഓണാക്കുക. വീഡിയോ ഓണാക്കിയതും നമ്മൾ എഴുതി വെച്ചതും നോക്കി ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന വർക്ക് പോലും നമുക്ക് അത്രയും പെർഫെക്ഷനിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, നമ്മൾ
എപ്പോഴും വീഡിയോ നോക്കി പെട്ടെന്ന് തന്നെ വർക്കുകൾ ചെയ്യരുത്. അത് വീഡിയോ ഒന്ന് നല്ലോണം വാച്ച് ചെയ്യുക, ഏതൊക്കെ സ്റ്റിച്ചസ് ആണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഓരോ റൗണ്ടും നോക്കിയിട്ട് ഫസ്റ്റ് റൗണ്ടിൽ ഇപ്പോൾ ഫ്രോക്ക് എന്നല്ല, ഏതൊരു ഇത് ചെയ്യുകയാണെങ്കിലും, ഏതൊരു ക്രോഷ്യയുടെ വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൽ ഫസ്റ്റ് റൗണ്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുക. അപ്പോൾ അത് എഴുതി വെച്ചതിന് ശേഷം നമ്മളത് ചെയ്യാം. ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ലാത്തവർക്കാണെങ്കിൽ പ്രശ്നമില്ല. അല്ലാത്തവരിപ്പോൾ നമ്മളിപ്പം വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അല്ലാത്തവർ എപ്പോഴും വീഡിയോ വാച്ച് ചെയ്യുക, എഴുതി വെക്കുക, വീഡിയോ ഓണാക്കുക, എഴുതി വെച്ചത് നോക്കുക, എന്നിട്ട് ഇങ്ങനെ ഓരോ റൗണ്ടും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ റൗണ്ടിൽ 6th റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും 1 2 3 4 5 6 റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും 6ാമത്തെ റൗണ്ട് മുഴുവനും നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇത് നമ്മൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നമ്മൾ മെഷർമെൻറ്റ് ഇതാ ഇങ്ങനെ വിടുത്ത് കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇപ്പോൾ ന്യൂ ബോൺ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റ് മതിയാവും കേട്ടോ. 3 to 6 months വരെ ഈ ഒരു മെഷർമെൻറ്റ് മതി. നമ്മൾ 6 to 1 year ഇതാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അത്രയും റൗണ്ട് നമ്മളിങ്ങനെ ഈ ഒരു ഇൻക്രീസിങ് ഇതിങ്ങനെ സ്റ്റിച്ചസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 7ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് 3 ചെയിൻ ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നേരത്തെ ചെയ്തപോലെ തന്നെ 3 ചെയിൻ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചെയിനിൻ്റെ നേരാണ് ചെയ്തത്. ഈ അണവർ ചെയ്ത് സെക്കൻഡ് ചെയിനിൻ്റെ നേരെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് അടുത്ത സ്റ്റിച്ചിൽ 3ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 4ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 5ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും, പിന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്തു. അങ്ങനെ ടോട്ടൽ 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ 6ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 6ാമത്തെ റൗണ്ട് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. 5 ഡബിൾ ക്രോഷ്യ, 6ാമത്തേൽ ഒരു ഇൻക്രീസിങ്. വീണ്ടും അടുത്ത ചെയിനിൽ ഫസ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 ഫിഫ്ത്ത് ചെയിനിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 6ാമത്തെ ചെയിനിൽ 6th ചെയിനിലാണ് നമ്മൾ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും നമ്മൾ 5 ഡബിൾ ക്രോഷ്യ, 6ാമത്തേൽ ഒരു ഇൻക്രീസിങ്, 5 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ്, 5 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഈ റൗണ്ട് മുഴുവനും 1 2 3 4 5 ഡബിൾ ക്രോഷ്യ, 6th വണ്ണിൽ ഇൻക്രീസിങ്, 5 ഡബിൾ ക്രോഷ്യ, 6th വണ്ണിൽ ഇൻക്രീസിങ് ഇങ്ങനെ ചെയ്തിട്ട് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. നമുക്ക് എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് റൗണ്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ മടക്കി വെച്ചിട്ട് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് മെഷർമെൻറ്റ് എപ്പോഴാണോ കിട്ടുന്നത് അതുവരെ ഇങ്ങനെ മടക്കി വെച്ച് നോക്കുക. ന്യൂ ബോൺസ് ഒക്കെ ആകുമ്പോൾ 3 to 6 month ഒക്കെ ആകുമ്പോൾ കുറച്ച് ചെയ്താൽ തന്നെ നമുക്ക് 2 ഇഞ്ച് ഇവിടെ ആം ഹോളിന് വിട്ടിട്ട് ബാക്കി മെഷർമെൻറ്റ് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് ആയിട്ടില്ല, നമുക്ക് കുറച്ചും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് ഒന്നും കൂടി നോക്കാം. എങ്ങനെ നോക്കേണ്ടതെന്ന് കാണിച്ചു തരാം. 2 ഭാഗം ബാക്ക്, ഈ 2 ഭാഗം കറക്റ്റായിട്ട് വെക്കാം. എന്നിട്ട് കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 4 ഭാഗത്തേക്ക് ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റാണെങ്കിൽ കറക്റ്റ് കിട്ടും. അതിന് ശേഷം നമുക്ക് ആം ഹോൾ എത്രയാണോ വേണ്ടത് നോക്കാം. ആം ഹോളിൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക് മെഷർമെൻറ്റ് എടുത്ത് നോക്കാം. നമുക്കൊരു ആം ഹോൾ 2 ഇഞ്ചാണ് വേണ്ടെങ്കിൽ ഈ 2 ഇഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇതേപോലെ ഇവിടെയും 2 ഇഞ്ച് എടുത്തിട്ട് അവിടെയും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. 2 2.5 ഇഞ്ചിൽ സ്റ്റിച്ച് മാർക്കർ വെക്കുക. എന്നിട്ട് ഇങ്ങനെ അതിന് ശേഷം ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ടു ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വരെ എത്രയാണോ നമുക്ക് കിട്ടുന്നത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയത് 8 ഇഞ്ചാണ്. പക്ഷെ എനിക്ക് 8 ഇഞ്ച് പോരാ, 10 ഇഞ്ച് വേണം. അപ്പോൾ നമുക്ക് 1 2 റൗണ്ട് കൂടി ചെയ്യാം.
അത് നിങ്ങൾക്ക് 8 ഇഞ്ച് മതിയെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട്. പിന്നെ ഈ ഒരു ഞാൻ ചെയ്യുന്ന അടുത്ത 2 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണ്ട. പിന്നെ നമ്മൾ ജോയിൻ ചെയ്യാനുള്ള ആ ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതാ 1 2 3 ചേഞ്ച് ചെയ്യാം. നമ്മളെ വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ടേൺ എഴുതിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള ഒരു പാറ്റേൺ ചെയ്യാം. നമുക്കിത് അങ്ങനെ ചുറ്റിലും ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേണും ചെയ്ത് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ മെഷർമെന്റ് നോക്കാം കേട്ടോ. മടക്കി വെക്കാം. ഇങ്ങനെ 4 ഭാഗം ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കാം. അപ്പോൾ കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ. കറക്റ്റാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ആം ഹോൾ വേണ്ടത് 2.5 ഇഞ്ചാണ്. 3 ഇഞ്ച് വേണോ, അതിൽ നമ്മൾ 2.5 ഇഞ്ചാണ് ആം ഹോൾ എടുക്കുന്നത്. ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഈ 2 ഭാഗത്തും വെച്ചതിന് ശേഷം 2.5 ഇഞ്ചിൽ നമുക്ക് ആം ഹോൾ എടുക്കാം. ഇതാ ഈ 2 ഭാഗത്തും നമ്മൾ ജോയിൻ ചെയ്യണം കേട്ടോ. അതേപോലെ ഇവിടെ നമുക്ക് 2.5 ഇഞ്ച് ആം ഹോൾ എടുത്തിട്ട് ഈ 2 പീസിൻ്റെ കൂടെയും നമുക്ക് ജോയിൻ ചെയ്യണേ. അപ്പോഴേ നമുക്ക് ആ ഒരു സ്ലീവ് റെഡി ആയി കിട്ടുള്ളൂ. ഇങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും നമ്മളിങ്ങനെ നോക്കണേ. നമ്മൾ ജോയിൻ ചെയ്ത് കറക്റ്റ് ആണോ, കറക്റ്റ് ഭാഗത്താണോ, അല്ലെങ്കിൽ ഒന്ന് ചെറുതും ഒന്ന് വലുതും ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റാണ്. അതിന് ശേഷം നമ്മളെ ഇത് നോക്കാം. ഇതാ ഇപ്പോൾ നമുക്ക് നേരത്തെ 8 ഇഞ്ച് തന്നെ കിട്ടി. 8 ഇഞ്ച് കിട്ടി. ഇപ്പോൾ ശരിക്കും നമുക്ക് 9 ഇഞ്ചിൻ്റെ അടുത്ത് ഉണ്ടാവും. നേരത്തെ നമ്മൾ ആം ഹോൾ 2 എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആം ഹോൾ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 8 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഓരോ റൗണ്ടും നമുക്കിങ്ങനെ എടുത്ത് നോക്കാം നമുക്ക് കറക്റ്റ് ആണോ കിട്ടുന്നത് എന്ന് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ മെഷർമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ അത് ഒഴിവാക്കുക. എന്നിട്ട് ഇനി നമ്മൾ ഒരു റൗണ്ടും കൂടി ചെയ്യാൻ പോവാണ്. 3 ചേഞ്ച് ചെയ്യുക. അതിന് ശേഷം വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മളിവിടെ മുകളിൽ നമ്മൾ 1 2 3 4 5 ഡബിൾ ക്രോഷ്യയും 6th വണ്ണിൽ ഇൻക്രീസും ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 താഴെ ചെയ്ത സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ മുകളിൽ 2, താഴെ ചെയ്ത തേർഡ് സ്റ്റിച്ചിൻ്റെ മുകളിൽ 3, 4, 5, 6 6 ഡബിൾ ക്രോഷ്യ. 6 ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ, 3 ചെയിനും ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. 7ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്നിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. 7ാമത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യുക. അപ്പം നമ്മളിവിടെ 6 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി ഈ റൗണ്ട് മുഴുവൻ ഇതാണ് ചെയ്യുന്നത്. അടുത്ത ചെയിനിൽ ഫസ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ 1, സെക്കൻഡ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ 2, തേർഡ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ 3, 4, 5, 6 6 ഡബിൾ ക്രോഷ്യ. 7th വണ്ണിൽ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു പാറ്റേൺ ആണ്. ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം.
അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ടിൽ 6 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് 6 ഡബിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് ഇങ്ങനെ ചെയ്തു. നമ്മൾ ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നമുക്കിങ്ങനെ മടക്കി വെച്ച് നോക്കാം. കറക്റ്റാണ്. നമുക്ക് ഇവിടുന്ന് 2.5 ഇഞ്ച് ആം ഹോളിന് എടുക്കാം. 2.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ആം ഹോൾ ഇപ്പം ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ച് ആണെങ്കിൽ നമുക്ക് ആം ഹോൾ 2.5 ഇഞ്ച് എടുത്താൽ മതി. ഇത് നമ്മൾ ഇവിടുന്ന് ഇനി ചെയിൻസിച്ചിട്ടിട്ട് ഇൻക്രീസിങ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് 2.5 ഇഞ്ച് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ 2 പീസിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇൻക്ലൂഡ് ആക്കിയിട്ട് വേണം ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കാൻ കേട്ടോ. അതേപോലെ ഇവിടെയും നമുക്ക് 2.5 ഇഞ്ച് എടുക്കാം. ഇവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിതാ ഇങ്ങനെ വെച്ച് നോക്കാം കേട്ടോ. അത് വെച്ചത് കറക്റ്റ് ആണോ എന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ നോക്കാം. ഓക്കെയാണ്. നമുക്കിതാ ഇവിടുന്ന് നമ്മളെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. നമുക്ക് 9 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റ് 10 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഇവിടെ ചെയിൻസിച്ചിട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് 3 ചെയിൻ ചെയ്യുക. 1 2 3. അതിനുശേഷം നമുക്കിതാ യാണോ ചെയ്തിട്ട് ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇൻക്രീസിങ് ഒന്നും ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുന്നേ മെഷർമെൻറ്റ് കിട്ടിക്കുകയാണെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് മെഷർമെൻറ്റ് കിട്ടുന്നത് അതിനുശേഷം മാത്രം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 10 ഇഞ്ചാണെങ്കിൽ ഒരു 1-2 റൗണ്ടും കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുള്ളൂ. നമുക്ക് കറക്റ്റ് ചെസ്റ്റിൻ്റെയും ആം ഹോളിൻ്റെയും മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആം ഹോള് 2 ഭാഗത്തും ജോയിൻ ചെയ്ത് വെക്കുക, സ്റ്റിച്ച് മാർക്കർ ഇട്ട് വെക്കുക. അതിന് ശേഷമുള്ള ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ളത് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ ആം ഹോൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട്. അപ്പോൾ ആം ഹോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഇൻക്രീസ് ആവോ ഡിക്രീസ് ആക്കാനൊന്നും പറ്റൂല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുന്നേ ആ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ടോയെന്ന്. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് ഫ്രോക്കിൻ്റെ കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി മെഷർമെൻറ്റ് നോക്കാനുണ്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുള്ളൂ. ഇവിടുന്ന് നമ്മൾ കുറച്ച് ചെയിൻ സ്റ്റിച്ച് അധികം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ഇതാ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് അവിടെ എത്തിയിട്ടുണ്ട്. ഇതാ അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് അതിലും നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇത് നമുക്ക് ഇവിടുന്ന് നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തു. സ്റ്റിച്ച് മാർക്കർ ഇട്ട ഈ ഒരു ചെയിനിലും നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇവിടുന്ന് നമ്മൾ 1 2 3 4 5 6 6 ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ആം ഹോൾ കൂട്ടണ എത്ര വേണം അതിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഞാനിവിടെ 7 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തത്. നിങ്ങൾക്ക് 8 9 10 ഒക്കെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതാ ഈ ഒരു ആം ഹോൾ ഇവിടുന്ന് ഇത്രയും ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഇതാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ യാൺ ഓവർ ചെയ്യുക. ഈ ഒരു സ്റ്റിച്ച് വെച്ചാൽ അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ വെച്ചാൽ അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, സ്റ്റിച്ച് മാർക്കർ വെച്ചാൽ അത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് നമുക്ക് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അതാ നമുക്ക് ആം ഹോള് ഇത്രയും ഭാഗം ആം ഹോള് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വലിച്ചു കൊടുക്കുക. നമ്മൾ നോക്കുമ്പോൾ ഊരിപ്പോവും. അപ്പോൾ അതാ ആം ഹോൾ നമ്മൾ നേരത്തെ 2 എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കൂടി ആം ഹോളിലേക്ക് ജോയിൻ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആം ഹോൾ കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ തന്നെ ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങനെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം.
അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ. അതാ ഇവിടെയാണ് അടുത്ത സ്റ്റിച്ച് മാർക്കർ. ഇനി ഇത് ഫുള്ളും ബാക്ക് സൈഡാണ്. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഡിസൈൻ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ഇതാ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റിച്ച് മാർക്കർ ഇട്ട് അതിൽ നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ 6 ചെയിൻ സ്റ്റിച്ചാണ് ഈ ഒരു ഭാഗത്തിട്ടത്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എത്ര ചെയിനാണോ ഇടുന്നത്, 6 8 10 എത്രയാണോ ഇടുന്നത് അതിനനുസരിച്ചിട്ട് ഇവിടെയും ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ 6 എണ്ണമാണ് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ 6 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6 6 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം yarn over ചെയ്തിട്ട് ഇതാ നമ്മൾ മറ്റേ ഭാഗം ഈ ഹുക്ക് ഇവിടെയാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം ഈ പാർട്ടിലേക്ക് നമുക്ക് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സെക്കൻഡ് സ്ലീവും നമുക്കിവിടെ ജോയിൻ ആയിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അപ്പോൾ അതാ നമുക്കിവിടെ നമ്മളെ സെക്കൻഡ് സ്ലീവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇനി നമ്മളിതാ ബാലൻസ് വരുന്ന ഈ ഒരു ഭാഗം പാർട്ട്, ഇത് നമ്മളെ ബാക്ക് സൈഡാണ്, ഇത് ഫ്രണ്ടാണ്. ഞാൻ നേരത്തെ ഇത് ബാക്ക് എന്നാണ് പറഞ്ഞത്, ഇത് ഫ്രണ്ട് ഭാഗമാണ്. ബാക്ക് സൈഡിലാണല്ലോ നമുക്ക് ആ ഒരു സ്ലിറ്റ് പോലെ വരുന്നത്. നമ്മൾ ബട്ടണ് വെക്കാനൊക്കെ ആ ഒരു സ്ലിറ്റിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബാക്ക് സൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇനി ആ ഒരു ലാസ്റ്റ് എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഈ ഒരു റൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനലായിട്ട് നമുക്ക് ആ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എത്ര കറക്റ്റാണോ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയത് എന്ന്. നമ്മൾ ഈ ഒരു റൗണ്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടത്ര മെഷർമെൻറ്റ് കിട്ടിയിട്ടില്ല, ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്തിയിട്ടില്ലെങ്കിൽ ഈ റൗണ്ട് മാത്രം റിമൂവ് ചെയ്തിട്ട് നമ്മൾ ചെയ്താൽ മതി. ആം ഹോൾ ജോയിൻ ചെയ്തിട്ട് എപ്പോഴും നമ്മളത് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ഒരു ഭാഗമൊക്കെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കും, എങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യുക, ഒരുവിധം നമ്മൾ ചിലവരൊക്കെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാവും. പക്ഷെ അവർക്ക് ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആവും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം റിപ്പീറ്റ് ചെയ്ത് കാണിച്ചതും അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്തുന്നവരെ ഓരോ റൗണ്ടിലും എങ്ങനെ അളവെടുക്കുക എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഈ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കാം. എപ്പോഴും നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുമ്പം കസ്റ്റമറിൻ്റെ ആണെങ്കിൽ കസ്റ്റമറിനോട് ചോദിക്കുക ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്നൊക്കെ. എന്താ വെച്ചാൽ മറ്റേ ഡ്രസ്സിൻ്റെ പോലെ നമുക്കിത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ ഒരു ഭാഗം മാത്രം നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ റൗണ്ടിൽ മുഴുവനും നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തു. ഇതൊന്ന് വലിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച്. അതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ വെക്കാം. ഇതാണ് നമ്മൾ ബാക്ക് സൈഡാണ്. വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മെഷർമെൻറ്റ് എടുക്കാം. ഇതാ അപ്പം നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ഇവിടെ നിന്ന് ഇതാ ഈ ചെയിൻ സ്റ്റിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെ നമുക്ക് വെക്കണം. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കിതാ 11 ഇഞ്ച് കിട്ടിയിട്ടുണ്ടോ. നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് 9 ഇഞ്ചാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ. അപ്പോൾ ഇതാ നമ്മൾ ഈ മെഷർമെൻറ്റ് നോക്കിയപ്പോൾ നമുക്കിതാ 11 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക. അതുപോലെ ആം ഹോൾ നമ്മൾ നേരത്തെ 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളിപ്പോൾ ആം ഹോൾ നോക്കുമ്പോൾ അതാ നമുക്ക് 4 ഇഞ്ച് കിട്ടി. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ വലിച്ച് ചെയ്യാണൊന്ന് വലിച്ച് ചെറുതാക്കി കൊടുക്കുക. അതിന് ശേഷം ഇതാ നമുക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. സെക്കൻഡ് ഇത് ഊരിപ്പോയേ.
ഇതാ നമുക്കിതാ ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ഈ ഫസ്റ്റ് ചെയ്ത 3 ചെയിൻ്റെ ടോപ്പിൽ ഇതാ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചെയ്ത 3 ചെയിനല്ല, ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് 1 2 3 ചെയിൻ ചെയ്യാം. നമുക്ക് ഇങ്ങോട്ട് വർക്ക് ടേൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്കേർട്ടിൻ്റെ ഭാഗമാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ഈ അപ്പർ പാർട്ടിൽ നമുക്കിവിടെ ജോയിൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇനി ബട്ടൺസ് ഒക്കെ വെച്ച് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ തലൊക്കെ കൊള്ളാതെ കൊള്ളാനും നല്ല സുഖത്തിൽ നമുക്ക് കുട്ടിയൊക്കെ ഇടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്ലിറ്റ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കേർട്ടിൻ്റെ പോർഷനാണ്. സ്കേർട്ടിൻ്റെ പോർഷൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ ആദ്യം 3 ചെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ 3 ചെയിൻ ചെയ്തു. ഈ 3 ചെയിൻ ചെയ്ത സെയിം ചെയിനിൽ തന്നെ യാണോവർ ചെയ്യുക. ഈ സെയിം തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. സെയിം തന്നെ ചെയ്യണേ. ഈ സെയിമിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 3 ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. സെയിം തന്നെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 1 ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഈ സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. 1 സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. 2. അപ്പോൾ അത് അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ചെയിനിൽ 3 ചെയിനും ഈ ഒരു 3 ചെയിനും ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് ചെയ്തു. പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ചെയിൻ 1 ചെയ്തു. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഫാൻ സ്റ്റിച്ച് എന്നാണ് കേട്ടോ പറയുക. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഇവിടെ താഴെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഫാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, അങ്ങനെ 2 ഡബിൾ ക്രോഷ്യ ഈ ഒരു സെയിം സ്പേസിൽ ചെയ്യുക. അതിനുശേഷം ചെയിൻ 1 ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. അതേ സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യുക. അപ്പോൾ 4 സ്റ്റിച്ച് നമ്മൾ ഈ ഒരു ഒറ്റ ചെയിനിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി 1 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിലും വീണ്ടും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 വീണ്ടും സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഫാൻ സ്റ്റിച്ച് കിട്ടും കേട്ടോ. ഈ ഒരു റൗണ്ടിൽ ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു റൗണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ, താഴെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ. ഈ ഒരു സെയിം ചെയിനിൽ തന്നെ ചെയ്ത് കൊടുക്കാം കണ്ടോ. ഇനി വീണ്ടും നമ്മൾ താഴെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യാം, ഇവിടെ താഴെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാറ്റേൺ നമുക്കിതാ ഈ ഒരു സ്റ്റിച്ച് എത്തുന്ന വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിതാ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ, ഇങ്ങനെ ഓരോ ചെയിനിലും ഇങ്ങനെ ചെയ്തു. താഴെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട ഭാഗത്താണ് യാൺ ഓവർ ചെയ്യുക. ഇവിടുന്ന് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ സെക്കൻഡ് ചെയിനിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. എന്താ ഇവിടെ നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം.
ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഓരോ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, സെയിം ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു പാറ്റേൺ നമ്മൾ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ ഇവിടെ എത്തുമ്പോൾ താഴെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം.